നമസ്കാരം. പൊടിമില്ല് കൂട്ടായ്മയുടെ മറ്റൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വർക്ക്ഷോപ്പിലാണ്. അപ്പോൾ നമ്മളെ ഡ്രയറും കാര്യങ്ങളൊക്കെ കയറ്റാനുള്ള പരിപാടിയില്ല. അപ്പോൾ നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന ഈ ഡ്രയറാണ് ഇന്ന് കയറ്റാനുള്ളത്. അപ്പം ഇന്ന് ഇത് കൊട്ടാരക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളെ ഡ്രയർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 800 തേങ്ങ കൊള്ളാവുന്ന ഒരു ഡ്രയറാണിത്. 4 ട്രേ അടിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യാവുന്ന രീതിയിൽ തന്നെ 4 ട്രേ അടിച്ചിട്ട് ആണ് ഇത് ചെയ്തിട്ടുള്ളത്. 3 വലിയ ട്രേ, ഒരു വലിയ ട്രേ അടിച്ചിട്ട് ചെറിയ നെറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കൊട്ടാരക്കരക്കാണ്. അപ്പോൾ ഇന്ന് നമ്മളെ ഇവിടെ നിന്നല്ല വണ്ടി കൊണ്ടുപോകുന്നത്. വണ്ടിയായിട്ട് പാർട്ടി അവിടെ നിന്ന് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വണ്ടി കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ ഡ്രയർ നമ്മളിത് കൊണ്ടുപോകുന്നത് കൊട്ടാരക്കരക്കാണ്. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം 800 തേങ്ങ കൊള്ളുന്ന ഒരു ഡ്രയറാണിത്. അപ്പോൾ നമ്മൾ കുഞ്ഞൻ ഡ്രയർ പറഞ്ഞിട്ട് 300 തേങ്ങ കൊള്ളുന്ന ഡ്രയർ നമ്മളിവിടെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡ്രയർ നമ്മൾ ഈ വലിയ ഡ്രയർ നമ്മൾ ഓൾ കേരള എന്നുള്ള ലെവലിലേക്ക് വലിയ ഡ്രയർ നമുക്ക് കൊറിയർ സർവീസ്, പാർസൽ സർവീസിൽ നമുക്കിത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുഞ്ഞൻ ഡ്രയർ 300 തേങ്ങ കൊള്ളാവുന്ന ഡ്രയറാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടുന്ന് പാർസൽ സർവീസ് നിന്ന് ആലപ്പിയുടെ പാർസൽ സർവീസ് ഉണ്ട്. ഇവിടുന്ന് നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വിളിച്ചാൽ മതി, നമ്മൾ എത്തിച്ചു തരാം. നമ്മൾ ഒരു മിസ് കോൾ അടിച്ചാലും മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ നമ്മളെല്ലാ വീഡിയോസിലും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും കുഞ്ഞൻ ഡ്രയർ നമ്മൾ 300 തേങ്ങ കൊള്ളാവുന്ന കുഞ്ഞൻ ഡ്രയർ കൊറിയർ സർവീസായിട്ട് നമ്മൾ അയച്ചു തരും. പക്ഷേ ഇത് വലിയ ഡ്രയർ ആയതുകൊണ്ട് നമുക്ക് കൊറിയർ സർവീസ് അയക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് വണ്ടി വിളിച്ചിട്ട് ഞങ്ങളെ സൈറ്റിലേക്ക് എത്തിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയായിട്ട് വന്നാൽ നമ്മൾ സാധനം ഇവിടുന്ന് കയറ്റി തരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ഡ്രയർ ഒക്കെ ടാറ്റയുടെ 6 mm തിക്കൻസുള്ള ടാറ്റയുടെ പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഡ്രയർ ചെയ്യുന്നത്. ഷീറ്റ് ബെൻഡ് ചെയ്തിട്ടുള്ള ഡ്രയറല്ല, ടാറ്റയുടെ 6 mm തിക്കൻസുള്ള ഇതെൻ്റെ ബാക്കിൽ കാണിച്ചു തരാം. ടാറ്റയുടെ 6 mm തിക്കൻസുള്ള പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഡ്രയർ, എല്ലാ ഡ്രയറും നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ ഷീറ്റ് ബെൻഡ് ചെയ്തിട്ടുള്ളതല്ല. അപ്പം പലരും നമ്മളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ വിളിക്കലുണ്ട്, ചോദിക്കാറുണ്ട്. ഈ കത്തിക്കണ പൈപ്പാണ് ചോദിക്കല്. ഒരു ഡ്രയറിൻ്റെ മെയിൻ ഡ്രയറിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നല്ല, ഇതിൻ്റെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ഉള്ളത് ഇതിൻ്റെ പൈപ്പ് തന്നെയാണ്. അപ്പോൾ പലരുമായിട്ട് നമ്മളെ ബന്ധപ്പെടലുണ്ട്. അപ്പോൾ അവരാദ്യം നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇതിൻ്റെ പൈപ്പിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളത് ടാറ്റ കമ്പനിയുടെ 6 mm തിക്കൻസുള്ള പൈപ്പാണ് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ഡ്രയറും കാര്യങ്ങളും ഇന്ന് കൊണ്ടുപോകുന്നത് കൊട്ടാരക്കരക്കാണ്. അപ്പോൾ താങ്ക് യു. കയ്യേൻ്റെ കുടുങ്ങി വരണ്ടേ ക്ലാസ് ഉണ്ടാവണമെങ്കിൽ ഞാൻ സ്കെച്ച് ഇട്ടെ റബ്ബർ തരൂല്ലേ? അതേപോലത്തെ ലോക്കൽ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ബാഗിലിടും. ഇവിടെ ബാഗ് തോളത്തൊക്കെ നോക്കിട്ട് പോകും അല്ലേ? ബൈ നെറ്റ് ഇട്.
അത് തൂങ്ങിയാലോ? Bye. ആ